മരുഭൂമിക്ക് അനുയോജ്യമായ ആ ഒട്ടകത്തിന്റെ കാല് ഡിസൈൻ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ഒട്ടകമാണോ? അല്ല, മരുഭൂമിയെ പറ്റി അറിയാവുന്ന, മരുഭൂമിയിൽ നിർമ്മിക്കാൻ പോകുന്ന ഒന്നിനെ. ഇപ്പൊ ഡെസേർട്ടിൽ ഓടുന്ന കാറ് അത് പ്രത്യേകമാണ് ഡിസൈൻ ചെയ്തത്. ഡെസേർട്ടിൽ ഓടുന്ന ജീപ്പ്, ഡെസേർട്ടിനെ പറ്റി മനുഷ്യൻ പഠിച്ചിട്ടാണ് ആ ഡെസേർട്ടിൽ ഓടുന്ന വണ്ടി ഉണ്ടാക്കുന്നത്. ഡെസേർട്ടിൽ ഓടുന്ന ഒട്ടകത്തെ ആരുണ്ടാക്കി? ഏത് കമ്പനി ഉണ്ടാക്കി? 500-600 കിലോ ഭാരം ചുമന്നിട്ട് 80 കിലോമീറ്റർ ഡെയിലി യാത്ര ചെയ്യുന്ന ജീവിയാണ് ഒട്ടകം. ദെൻ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളം അറിയാൻ ഒട്ടകത്തിന് ഇവിടുന്ന് സാധിക്കും. ഒട്ടകം ഇവിടെയാണെങ്കിൽ 2 കിലോമീറ്റർ അകലെ ഈ മരുഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ളത് കള്ളിച്ചെടിയാണ്, മുൾച്ചെടിയാണ്. അതിൽ വെള്ളമുണ്ട്. ആ കള്ളിച്ചെടി മുഴുവനും വാട്ടറാണ്, വെള്ളമാണ്. അതാണ് ഒട്ടകത്തിന്റെ ഭക്ഷണത്തിൽ മുഖ്യ ഭക്ഷണം. പക്ഷേ ഒട്ടകത്തിന്റെ ചുണ്ടിനെ, മേൽചുണ്ടിനെ അള്ളാഹു രണ്ടാക്കി മുറിച്ചു കളഞ്ഞു. അതായത് നമ്മുടെ ചുണ്ടിങ്ങനെ ഒന്നാണ്, ഇങ്ങനെ മുറിഞ്ഞു പോയാൽ നമ്മൾ മുച്ചിറി എന്നാ പറയാ. ഒട്ടകത്തിന് മുച്ചിറിയാണ്, എല്ലാ ഒട്ടകത്തിനും മുച്ചിറിയാണ്. എന്താ സംഭവം? ഒട്ടകം ഈ കള്ളിച്ചെടിയിൽ കടിക്കുമ്പോ അതിന് മുള്ള് നടാതിരിക്കാൻ ഈ ചുണ്ട് രണ്ടും നമ്മുടെ ഇവിടെ ഈ ഭാഗത്തേക്ക് മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കള്ളിച്ചെടിയിൽ നിന്നും ഒട്ടകത്തിന് മുള്ളു തറക്കില്ല. എന്റെ ചോദ്യം, മരുഭൂമിയിൽ കള്ളിച്ചെടിയാണെന്നും അതിന് മുള്ളുണ്ടെന്നും ഒട്ടകം അവിടെ സഞ്ചരിക്കുമ്പോൾ അത് കടിച്ചാൽ അതിന്റെ ചുണ്ടിൽ മുള്ളു തടുമെന്നും അതുകൊണ്ട് തന്നെ മേൽചുണ്ടിൽ രണ്ടാക്കി മുറിക്കാൻ ആര് തീരുമാനിച്ചു? ദലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, ദലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്.